ഈ അന്തം കമ്മികളോടൊരു കാര്യം പറയാനുണ്ട്. നിങ്ങൾ അണികളായിട്ട് ജീവിക്കുക, ഒരിക്കലും അടിമകളായിട്ട് ജീവിക്കല്ല. ഒരിക്കലും രാഷ്ട്രീയം പറയണമെന്ന് വിചാരിച്ചിട്ട് പറഞ്ഞ വീഡിയോ അല്ല. പക്ഷേ രാഷ്ട്രീയ ബേസിൽ കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അങ്ങനെ കാണാം. ഞാൻ എൻ്റെ നിലപാട് വ്യക്തമാക്കിയതിന് ശേഷം, എൻ്റെ രാഷ്ട്രീയം പറഞ്ഞതിന് ശേഷം വെറി പൂണ്ട് നടക്കുന്നവരോട് വീണ്ടും പറയാനുണ്ട്, ഞാനൊരു അസൽ കോൺഗ്രസ്സുകാരനാണ്. സഹപാഠിയായിട്ടുള്ള സഹോദരൻ സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് മാഷ് വെറുതെ തല്ലെന്ന് കണ്ട സമയത്തെ ആ വടി പിടിച്ചൊടിച്ചതിന് ശേഷം സാറ് മുഖത്ത് കൈ ചൂണ്ടി പറഞ്ഞ അതേ പൗരുഷം ഇന്നും ഉണ്ട്. പിന്നെ പറയാനുള്ളത്, നല്ല സഖാക്കന്മാരൊന്നും നീ കണ്ടിട്ടില്ലടാ. നിനക്കൊക്കെ കാണുന്നത് ഫുള്ളും ചോപ്പായി തോന്നിയിട്ടാണ്. നല്ല സഖാക്കന്മാരെ കാണണമെന്നുണ്ടെങ്കിൽ ഒന്ന് എൻ്റെ ഭാര്യയാണ്. ഈ പ്രളയത്തിൽ കഴുത്തോളം എല്ലാവരും മുങ്ങിക്കിടക്കുന്ന സമയത്തും അവർക്ക് വേണ്ടിയിട്ട് ഭക്ഷണം എത്തിച്ചു കൊടുത്ത ഒരു പക്ക സഖാവാണ് എൻ്റെ ഭാര്യ. എൻ്റെ വാപ്പ ഒരു ഇടതുപക്ഷ അനുകൂലിയാണ്. എൻ്റെ ഷോപ്പിലുള്ള പല സ്റ്റാഫുകളും പല എംപ്ലോയീസും ഇടതുപക്ഷ അനുകൂലിയാണ് എന്ന് വിചാരിച്ച് അവരെ കൺവേർട്ട് ചെയ്തിട്ട് ഞാൻ ഇങ്ങോട്ട് കൊണ്ടുവരാൻ ശ്രമിക്കണോ? വേണ്ട. അവർക്ക് അവരുടെ നിലപാട്, എനിക്ക് എൻ്റെ നിലപാട്. ഞാനൊരു കോൺഗ്രസ്സുകാരനാണെന്നുള്ളത് എവിടെയും വിളിച്ചു പറയാനുള്ള പൗരുഷം എനിക്കുണ്ട്. പിന്നെ പറയാനുള്ളത്, നിൻ്റെ കച്ചവടത്തിന് ബാധിക്കില്ല എന്ന് ചോദിക്കുന്ന ആൾക്കാരോട്, ഈ രാഷ്ട്രീയ പാർട്ടി നിങ്ങളൊന്ന് മനസ്സിലാക്കണം. ഈ അണികൾ തമ്മിൽ കൊന്നു കളിക്കുമ്പം, തമ്മിൽ വെട്ടുമ്പം, തമ്മിൽ ക്രൂരമായിട്ട് ആക്രമിക്കുമ്പം ഈ നേതാക്കന്മാരൊക്കെ വീട്ടിൽ സുന്ദരമായിട്ട് കിടന്നുറങ്ങുന്നുണ്ട്. നേതാക്കന്മാർ തമ്മിലൊന്നും പ്രശ്നമില്ലാത്ത കാലത്തോളം അണികളായിട്ടുള്ള നമുക്കും പ്രശ്നങ്ങളൊന്നും വേണ്ട. അണികളായി നിൽക്കുക, ഒരിക്കലും അടിമകളായിട്ട് നിൽക്കാതിരിക്കുക. ഒരൊറ്റ കാര്യം പറയാനുള്ളൂ, നല്ല പൗരുഷമുള്ള നല്ല സഖാക്കന്മാർക്ക് ഇടനിൽ നിന്നും എന്നും അഭിവാദ്യങ്ങൾ.